കാവ്യാമി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഒരുപാട് മ്യൂസിക് ഷോസിലൂടെ അതുപോലെ അവതാരികയായിട്ട് അങ്ങനെ മീഡിയയിലൂടെയൊക്കെ സുപരിചിതയായിട്ടുള്ള ദീപ സുനിലാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. 2 സ്വരത്തിൽ പാട്ട് പാടും, അതുപോലെ തന്നെ ജൂനിയർ ഉഷാ ഉതുപ്പ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതുവരെ എത്ര വേദികൾ പിന്നിട്ടിട്ടുണ്ട്? ചെറുതും വലുതുമായിട്ട് 700-ൽ അധികം സ്റ്റേജസ് ആണ് ഞാൻ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. അത് വലിയ വലിയ ഗായകരുടെ കൂടെയും ഉണ്ട്, അല്ലാതെയും ആയിട്ട് ഒരുപാട് സ്റ്റേജസ് കവർ ചെയ്ത് മീഡിയയിലും അതുപോലെ വന്നിട്ടുണ്ട്. കൂടുതലും എനിക്ക് ഈ ഫാസ്റ്റ് സോങ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് കൂടുതലും ഉഷാ ഉടുപ്പിന്റെ സോങ്സ് കൂടുതൽ മാച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ജൂനിയർ ഉഷാ ഉടുപ്പ് പലപ്പോഴും അനൗൺസ് ചെയ്യുന്നത്. സ്റ്റേജിൽ വരുമ്പോൾ തന്നെ ജൂനിയർ ഉഷാ ഉടുപ്പ് എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അത് കൂടുതലും ഉഷാ ഉടുപ്പ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര ആരാധികയാണ്. ഞാൻ ഒരു ഉഷാ ഉടുപ്പിന്റെ ഭയങ്കര ആരാധികയാണ്. അപ്പോൾ ചേച്ചിയുടെ പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എനിക്ക് അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഉഷ ചേച്ചിയുടെ റംബാഹുവാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കാറ്. അപ്പോൾ പിന്നെ എനിക്ക് പൊതുവേ ഇത്രയും സ്റ്റേജസ് ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റിയത് 2 സൗണ്ടിൽ പാടുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം മെലഡിയും അതുപോലെ ഞാൻ ഹസ്കി വോയിസിലും രണ്ടും ഹാൻഡിൽ ചെയ്യുന്നോണ്ടായിരിക്കാം എന്നെ കൂടുതലും ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. എനിക്കത് വലിയ സന്തോഷമാണ്. ഇത്രയൊക്കെ സ്റ്റേജസ് കവർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ്. ഒരുപാട് ഗായകരുണ്ട് ഇവിടെ എന്ന് പറയുന്ന ഗായകരുടെ ഒരുപാട് കളികളാണ്. അപ്പൊ അതുകൊണ്ട് അതിനിടയിൽ എനിക്കും ഇത്രയും ചാൻസസ് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഒരു സൗണ്ട് എനിക്ക് കിട്ടിയത് വലിയ സന്തോഷം. അപ്പൊ നമുക്കൊരു പാട്ടോട് കൂടിയിട്ട് തുടങ്ങാം. ഓക്കെ. അപ്പൊ 2 സൗണ്ടിലും നോക്കാം. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊൻമണി പൊൻ വീട്ടിൽ സൗഖ്യമാനാനിങ്ക സൗഖ്യമേ, ഉന്നെ എണ്ണി പാർക്കയിൽ കവിത കൊട്ടത്, അത് എഴുത നിനക്കയിൽ വാർத்தை മുട്ടത്. ഓ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി പൊൻ വീട്ടിൽ സൗഖ്യമാ നാനിങ്ക സൗഖ്യമേ. ആഹാ, നന്നായിട്ട് പാടി. താങ്ക് യു. ഇനി ഹാഷ് വോയിസില് നാടൻ പാട്ടും പാടും, മറ്റേ ഉഷാ ഉടുപ്പിനെ പാടും. എളുള്ളേരി മാനിനങ്കേരേ, ബീർജിക്കട്ടെ ദുണ്ടക്കയാ മാനിനങ്കേരേ, മാനിനങ്കേരേ തങ്കാട്ടി കുമരിനങ്കേരേ, കുമരിനങ്കേരേ തങ്കാട്ടി മാനിനങ്കരേ, തനൈ താനേ താനാനേ താനാനേ, തനൈ താനേ താനാനേ താനാനേ, താനേ താനാനേ താനാനേ, തനൈ താനേ താനാനേ താനാനേ. അത് വേറൊരു സൗണ്ട്. സൂപ്പർ. പിന്നെ ഇതൊക്കെ പാടുമ്പോ ദമ്മാരോദം മിട്ട് ജായേഗാ ബോലോ സുബ് ശാം ഹരേ കൃഷ്ണ ഹരേ രാം. അത് വേറൊരു സൗണ്ടിലാണ്. മറ്റേത് കറക്റ്റ് ഉഷാ ഉതുപ്പ് നമ്മുടെ മുന്നിൽ വന്നിരുന്നു എന്നുള്ളത് പറഞ്ഞില്ലേ? രണ്ടാമത്തെ ഒരു വിധം അത് പറയുന്നത് കറക്റ്റ് ആട്ടോ. ജൂനിയർ ഉഷാ ഉതുപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ നാടൻ വേറെ പാട്ട് പാടില്ലേ? വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാച്ചേവാ. അത് വേറൊരു അപ്പൊ അത് വേറൊരു ഇതിൽ പാടും. അങ്ങനെ 3-4 തോന്നുന്നു. അങ്ങനെ പിന്നെ ക്ലാസിക്കലും പാടാറുണ്ട്. മറ്റേ ഭക്തിഗാനമേളയില് പോകുമ്പോ അപ്പം ആ ഒരു ഇതിലായിരിക്കും പാടുന്നത്. അത് ഏകദേശം സസനി നിന്നിപ പാപ മഗ ഗമ ഗമ പനി മപ ഗമ പനി സാ സാസനി നിന്നിപ പാപ മഗ ഗമ ഗമ പനി മപ ഗമ പനി സാ സഗ ഗ സനി സസനി പനി നി പ മ ഗ മ പ മനി പ സനി ഗ സ മ ഗ സനി പനി സ മ മ ഗ ഗ സസനി നി ഗ ഗ സസനി നി പ സസനി നി പ മ മ ഗ മ പ ഗ മ പനി. അത്
ക്ലാസിക്കൽ. ഇപ്പം മ്യൂസിക്കിന്റെ ഒരു റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ അമൃത ടിവിയുടെ വനിതാരത്നം അവാർഡ്. ഞാൻ ശരിക്കും പറഞ്ഞ സ്കൂൾ തലം മുതലേ പാടുമായിരുന്നു. പിന്നെ ഒരുപാട് ഈ എന്താ കോമ്പറ്റീഷൻസിനെല്ലാം പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് തന്നെ, പിന്നെ കോളേജ് ലെവലിൽ എല്ലാം. അപ്പോഴേ എനിക്ക് അതിനോടുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് കിട്ടുമായിരുന്നു ഒരു പ്രൈസസ് ഒക്കെ. പക്ഷെ കൂടുതൽ പഠിത്തത്തിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നു. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞു. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പം കല്യാണം കഴിഞ്ഞ് ശരിക്കും ഇവിടെ വന്നപ്പം മദർ ഇൻ ലോയെ ഒക്കെ ഭയങ്കര നല്ലൊരു പാട്ടുകാരിയാണ് മദർ ഇൻ ലോ. അപ്പം പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. ശരിക്കും അതിനുശേഷം അച്ഛൻ നല്ല പാട്ടുകാരൻ. എൻ്റെ അച്ഛൻ ഡോക്ടർ നരേന്ദ്രനാഥൻ നായർ, പീഡിയാട്രിഷ്യനാണ്. അപ്പോൾ അച്ഛൻ നല്ലൊരു പാട്ടുകാരാണ്. അപ്പം അച്ഛൻ പണ്ടേ എന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ പഠിത്തം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഈ മാത്സിനോടുള്ള ഒരു താല്പര്യം കാരണം അതിനോട് ഇങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തങ്ങ് പോയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പം ഹസ്ബൻഡും അതുപോലെ സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കൂടുതലും ഞാൻ ഈ പാട്ടിനോട് പിന്നെയും രണ്ടാമത് പഠിച്ചു തുടങ്ങി. പാട്ട് പഠിച്ചു തുടങ്ങി. പെരുമ്പാവൂർ സാറിനോട് പഠിച്ചു, കാവാലൻ സാറിനടുത്ത് പഠിച്ചു. അങ്ങനെ വലിയ വലിയ ലെജൻസിൻ്റെ അടുത്താണ് പഠിക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങി. ഇപ്പൊ ആ ഇടയ്ക്കാണ് ഈ അമൃത ടിവിയില് വനിതാരത്നം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വന്നു. അമ്മമാർക്കുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഫസ്റ്റ് സെലക്ഷനിൽ തന്നെ കിട്ടി. അപ്പം അവിടെ നോക്കുന്നത് പാട്ട് മാത്രമല്ല, ആക്ച്വലി പാട്ട് വേണം, പിന്നെ ഡാൻസ് വേണം, അഭിനയം വേണം, അങ്ങനെ എല്ലാം കൂടെ കലർന്നതാണ്. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെ പറയുന്നു, സംസാരിക്കുന്നത് ബോൾഡായിട്ടാണോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സെലക്ഷൻ വന്നത് തന്നെ രോഹിണി മാഡമൊക്കെയാണ്, നമ്മുടെ സിനിമ ഫ്രണ്ടിലാണ് നമുക്കിതൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ഇതും വരുന്നത് വലിയ ലെജൻഡ് തിലകൻ ആണ്, പിന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, ലക്ഷ്മി ഗോപാലസ്വാമി, ഇവരുടെയൊക്കെ മുമ്പെയാണ് നമ്മള് ഈ എന്താ നർത്തനവും ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും ബെസ്റ്റ് കപ്പിൾ അവാർഡ് കിട്ടുന്നത്. അപ്പം അവിടുന്ന് അറിയപ്പെടുന്ന ഒരു ഇതായിട്ട് മാറി. അവിടുന്ന് ഈ അമൃത ടി വി വനിതാരത്നത്തിൽ നിന്നാണ് എനിക്കൊരു ഭയങ്കര ഒരു ജമ്പ് കിട്ടിയത് ശരിക്കും. അവിടുന്ന് പിന്നെ എപ്പോഴും മീഡിയയിൽ വന്നു എന്നെ എവിടെ ചെന്നാലും തിരിച്ചറിയുന്നത് തന്നെ അമൃത ടി വി വനിതാരത്നത്തിൽ വന്നല്ലേ എന്ന് ചോദിച്ചിട്ടാണ് തിരിച്ചറിയുന്നത്. അപ്പൊ അവിടുന്ന് പിന്നെ ഒരുപാട് പിന്നെ സ്റ്റേജ് ഷോസ് വന്നു. സ്റ്റേജ് ഷോസിൽ നിന്ന് തന്നെ പിന്നെ അവിടുന്ന് ഓരോ മീഡിയാസിൽ വന്നു തുടങ്ങി. പിന്നെ ഇന്റർവ്യൂ ചെയ്തൊക്കെ മറ്റേ കാറ്റേ പറഞ്ഞ ശ്രീകാന്ത് സാറിനൊക്കെ ഒരുപാട് സിനിമാ നടന്മാരെയൊക്കെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അവതാരികയായിട്ട് എനിക്ക് ഒത്തിരി അത് ACV-യിലാണ് വിഷു പ്രോഗ്രാമിന്, ഓണം പ്രോഗ്രാമിന്, അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് ഈ പാട്ട് ആയിട്ട് ബന്ധപ്പെട്ടതും ഒരുപാട് പേരിന് ഇന്റർവ്യൂ, അമ്പിളി ചേച്ചിയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ദൂരദർശനിലും ചെയ്തിട്ടുണ്ട്, ജനം TV, അങ്ങനെ ഒരുപാട്. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതായത് അമൃത ടിവിയുടെ ഏകദേശം വനിതാരത്നം അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ വലിയ വലിയ സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ വലിയൊരു പാട്ട് മറ്റേ മുഹമ്മദ് അസ്ലം, ജയ്ഹോ ഒക്കെ പാടിയ മുഹമ്മദ് അസ്ലം സാറിനോട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10-25 സ്റ്റേജെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി സോങ്സ് എനിക്ക് ഒരുപാട് വഴങ്ങും എന്ന് പറഞ്ഞിട്ട് കൂടുതലും ഹിന്ദി സോങ്സിന് കൂടുതലും ചാൻസസ് കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്, നിശാഗന്ധിയിലും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് വലിയൊരു അനുഗ്രഹം ഈ അമൃത ടി വി വനിതാരത്നത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒരു ഫിലിമില് അവിടുന്ന് പ്രിയം എന്നുള്ള ഫിലിം ഡയറക്ട് ചെയ്ത സനൽ സാർ വിളിച്ചു. അപ്പം ദീപയ്ക്ക് പറ്റിയൊരു വേഷമുണ്ട്. അതൊരു ടേണിംഗ് പോയിന്റ് വരുന്നൊരു ഇതാണ്, വളരെ അതിനകത്തൊരു ടേണിംഗ് പോയിന്റ് വരുന്നൊരു ഡോക്ടറുടെ വേഷമാണ്, ക്യാരക്ടറാണ്. ഒരുപാട് അടുത്ത് ആ ഒരു ഡോക്ടറിന്റെ ഇതുണ്ട്. അങ്ങനെ അത് ചെയ്യാൻ പറ്റി. പിന്നെ ACV-യില് മരിക്കാത്ത പ്രണയം എന്ന് പറഞ്ഞ സുധി മോഹൻ പുള്ളിയുടെ ഈ ഓരോ സിംഗേഴ്സിനെയും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് കാണിക്കുന്ന ഒരു സീരീസ് പോലെ
അപ്പൊ അതിനകത്ത് അതും അതിലും കുറെ അഭിനയിക്കാൻ പറ്റി. പിന്നെ അപ്പം ഈ പഠനത്തോടൊപ്പം തന്നെ കല ഒരുമിച്ച് കൊണ്ടുപോകാൻ നൃത്തം, അഭിനയം. ഞാൻ ഡാൻസ് ചെയ്യായിരുന്നു, ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്ക് ചെറിയൊരു കാലിനൊരു ചെറിയ പ്രശ്നം വന്നാണ് ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസ് ആണോ? ക്ലാസിക്കലിനെക്കാളും കൂടുതൽ കഥക്കാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കഥക്കാണ് പഠിച്ചത്. കഥക്കിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായത്. അങ്ങനെ ഡാൻസാണ് കൂടുതൽ ചെയ്തത്. പക്ഷെ അപ്പോഴത്തേക്കും കാല് പ്രശ്നമായി. അങ്ങനെ പിന്നെയാണ് കംപ്ലീറ്റ് പാട്ടിനോട് ഉള്ള ഇതാണ്. പക്ഷെ എന്നാലും ഫാസ്റ്റ് സോങ്സ് പാടുമ്പം സ്റ്റേജിൽ കിടന്ന് കളിക്കാറുണ്ട്. ഇത് ഈ ഇതിലേക്കുള്ളൊരു ചെറുപ്പകാലത്ത് ഏത് ടൈം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? ശരിക്കും ഞാൻ പറയട്ടെ, ഞാനൊരു 3 വയസ്സ് 4 വയസ്സായപ്പോൾ തന്നെ ഇതുപോലെ അല്ല. അന്ന് കുറച്ചും കൂടെ കുറച്ചും കൂടെ സ്വീറ്റ് വോയിസ് ആയിരുന്നു. അന്ന് അച്ഛൻ പാട്ടുകാരനാണ്, അമ്മുമ്മ പാട്ടുകാരിയാണ്. അപ്പം ആ ഒരു രീതി തന്നെ ഈ എല്ലാ നേരവും റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പഠിത്തം ഒരു സൈഡില് റേഡിയോ ഫുൾ ടൈം അതിലായിരുന്നു ശ്രദ്ധ. അപ്പം മുതലേ അച്ഛൻ ഐഡന്റിഫൈ തുടങ്ങി. അച്ഛനും അമ്മാവനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ പാടിക്കുമായിരുന്നു. പലരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെ പാടിക്കുമായിരുന്നു. അപ്പൊ അന്നൊക്കെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് സ്കൂളില് പിന്നെ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ സിസ്റ്റേഴ്സ് ഒക്കെ നിർമ്മല പോലെ ഞാൻ പഠിച്ചത്. അപ്പം സിസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു ദീപം പാടാൻ ഇങ്ങനെ സ്റ്റേജില്. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയി. അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്യാപ്പ് അങ്ങ് ഭയങ്കരമായിട്ട് വന്നു. കാരണം പഠിത്തത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിലിങ്ങനെ പോകണം എന്നുള്ളൊരു ഇതായതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു കുതിച്ചു ചാട്ടം. നാടും അതെ ഹസ്ബൻഡ് ഒത്തിരി സപ്പോർട്ടീവാണ്, എല്ലായിടത്തും കൂടെ വരും. ആളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് തീർച്ചയായിട്ടും. അഡീഷണൽ ഡയറക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്, അഡീഷണൽ ഡയറക്ടറാണ്, റിട്ടയറായി. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത്. പിന്നെ വീട്ടിൽ നിന്നും മദർ ഇൻ ലോയും നല്ല സപ്പോർട്ടാണ്. അച്ഛനും അതുപോലെ തന്നെ, അച്ഛനും നല്ല പാട്ടുകാരനായതുകൊണ്ട്. അതെ, മൊത്തത്തിൽ പറഞ്ഞ ഒരു കലാകുടുംബം പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ മ്യൂസിക് ഡയറക്ഷനിലേക്ക് അതൊക്കെ മാറി തുടങ്ങി ഇപ്പോ. കാരണം ഞാൻ ഇടയ്ക്ക് അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു ആൽബത്തിലൊക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഭക്തിഗാന ആൽബത്തിൽ പാടി, ദേവി സോപാനം എന്ന് പറഞ്ഞിട്ടൊരു ആൽബത്തിൽ പാടി. പിന്നെ അല്ലാതെ തന്നെ വേറെ 1-2 മെലഡീസ്, നല്ല മെലഡീസ് പാടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് ഞാൻ പറയാൻ പാടുന്നില്ല എന്നുള്ളത്. ക്ലാസ്സില് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കും. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ 12th 11th എല്ലാം ഇങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് എക്സാം ടൈം ഉണ്ടല്ലോ, കുട്ടികൾക്ക് എക്സാം ഇടുന്ന സമയത്ത്, കുട്ടികൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. ആ സമയത്ത് ഞാനിങ്ങനെ പാട്ട് എഴുതുമായിരുന്നു ക്ലാസ്സിൽ ഇരുന്ന് തന്നെ. എനിക്കിങ്ങനെ ഓരോ ട്യൂണ്, അതിൻ്റെ പാട്ടുകൾ ഇങ്ങനെ വന്നിട്ട് കുറേ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറെ. എനിക്കിന് ഇതെന്തെങ്കിലും ഞാനൊന്ന് ഫ്രീ ആവുന്ന ടൈമില്ല. കാരണം 25 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് 7 days in a week ഞാൻ സൺഡേ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഞാൻ ഫ്രീ ആവുന്നത്. പിന്നെ രാത്രി 10 മണിക്ക് ശേഷം 4 മണി വരെ ആണ് ഞാൻ ഫ്രീ ടൈം ഉള്ളത്. ബാക്കി എല്ലാ സമയവും ഞാൻ വർക്കിംഗ് ആണ് ഫുൾ ടൈം. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ സ്റ്റേജ് ഷോസ് വരുന്നതിന് പോകുന്നത്. അങ്ങനെ ഇതിലൂടെ കൊണ്ടുപോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം അതിന് എനിക്ക് സമയമില്ല. അപ്പം ഇങ്ങനെ മ്യൂസിക് ഒരു ആൽബം ചെയ്യണം എന്നിങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. പതുക്കെ നിർത്തിക്കൊണ്ടുവന്നു ട്യൂഷൻ. അപ്പോഴാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷനിലേക്ക് അതൊക്കെ തിരിഞ്ഞത്. അപ്പം അവിടത്തേക്ക് ഞാൻ പിന്നെ പാട്ട് എഴുതി തന്നെ ട്യൂൺ ചെയ്ത് പല കലാകാരന്മാരും കൊണ്ടുപോയിട്ട് ഞാൻ പാടി. കാരണം ഒരുപാട് പേർക്ക് അവസരം കിട്ടുന്നില്ല. ഞാൻ തന്നെ എനിക്ക് വേണമെങ്കിൽ പാടാം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ പാടാം. പക്ഷെ വേറെ ഒരുപാട് പേരെ കൊണ്ട് പാടിക്കുമ്പം അതിലൂടെ അവരെയും കൂടെ അറിയപ്പെടണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് ഇപ്പം പാടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൽബമായിട്ട് ഇപ്പം ഓരോ സോങ്സ് ആയിട്ട് ഞാൻ റിലീസ് ചെയ്തു. യൂട്യൂബിൽ 3 റിലീസായി ഒത്തിരി വ്യൂസ് കിട്ടുന്ന ഇതാണ്. ദീപം പേരായിട്ട്. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അത് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ സ്റ്റേജ് ഷോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഒരുപാട് ക്ലബ്സിന് മെമ്പർ ആണ്. അപ്പം അതിൽ മൽഹാർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി സോങ്സ് മാത്രം അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതിൽ ഞാൻ ആദ്യമേ മെമ്പറാണ്. ഒത്തിരി വർഷമായി, 2011 അപ്പോൾ മുതലേ ഞാൻ ഫൗണ്ടർ മെമ്പർ.
അപ്പോൾ അത് അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ എൻകറേജ് ചെയ്തു ഒത്തിരി. അവിടെ നിന്ന് നല്ലൊരു ഒരു അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടെക്നോ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ നല്ല ഷൂസ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ മെമ്പറാണ്. കഴിഞ്ഞ വർഷം മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ മെമ്പർ ആണ്. അതിൽ വളരെ പ്രശസ്തമായ സംവിധായകൻ സജിലാൽ സാറാണ് അതിൻ്റെ ചെയർമാൻ. വളരെ നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്ന് വെച്ചാൽ സാറ് എല്ലാ വളർന്നു വരുന്ന കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും എത്രത്തോളം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സാറിനെ കൊണ്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് സാർ അതിനെ കൊണ്ടുപോകുന്നത്. അതെ അതെ, ഒരുപാട് പേര് ഇപ്പൊ തന്നെ സാർ പുതിയതായിട്ട് ചെയ്യുന്ന ഫിലിംസിൽ തന്നെ ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിരിക്കുന്നു. ഇഷ്ടം പോലെ പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അഭിനയിക്കാനും പാടാനും എല്ലാം അവസരം കൊടുത്തിട്ടുണ്ട്. സാറ് നല്ലൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അപ്പം അതുകൊണ്ട് അതിലെ ഒരു മെമ്പറാവാൻ സാധിച്ചത് തന്നെ എനിക്ക് വലിയ സന്തോഷം. അപ്പം ഞാൻ അതിനകത്ത് മെമ്പറാണ്. ഞാനും അതിനകത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ ഇപ്പം ഞാൻ വയലാർ സാംസ്കാരിക വേദിയിൽ അവിടെ മെമ്പറാണ്. അവിടെ രഞ്ജിനി സുധീരൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗായിക ഉണ്ട്. ഇപ്പം ഫിലിമിലൊക്കെ പാടി ശ്രീനിവാസ് ഏതൊരു ഫിലിമിലും ഇതുപോലെ സംഗീതമൊക്കെ ചെയ്ത മ്യൂസിക് ഒക്കെ ചെയ്ത. അപ്പം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും, നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് മണക്കാട് രാമേന്ദ്രൻ സാർ ആണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. അതൊക്കെ സാറിൻ്റെ കൂടെയൊക്കെ നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ സാർ കോർഡിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കണ്ടുപഠിക്കാൻ എക്സ്പീരിയൻസ്. അപ്പം അവിടെ തന്നെ വയലാറിൻ്റെ സാംസ്കാരിക വേദിയിൽ ഇഷ്ടം പോലെ വലിയ സ്റ്റേജസ് ആണ് അവർ തരുന്നതെന്ന്. അവരുടെ അവിടെ എന്ന് പറയുന്ന നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വലിയ വലിയ സ്റ്റേജസ് ആണ്. അപ്പം അതുകൊണ്ട് അത് ഒരു ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വയലാർ സാംസ്കാരിക വേദിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത്. അതെ അതെ, വലിയ സ്റ്റേജസ് ആണ്. രവിശങ്കർ പോലെയുള്ള സരിത രാജി കൂടെ ഒക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വലിയ വലിയ അവസരങ്ങൾ നമുക്ക് കിട്ടി. അങ്ങനെയുള്ള സന്തോഷം. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും മാത്സ് പ്രൊഫസറാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സസ് എടുത്തിട്ടുള്ളത്. പിന്നെ അവരുടെ അനിയന്മാരൊക്കെ കൊണ്ട് ചേർത്തപ്പോൾ പിന്നെ 10th മുതലേ തുടങ്ങി. 10, 11, 12, 8 മുതലേ ഉണ്ടായിരുന്നു കുട്ടികൾ. അപ്പം 8, 9, 10, 11, 12 എഞ്ചിനീയറിംഗ് ഇത്രയും ഫുൾ ടൈം ക്ലാസ്സിലായിരുന്നു, മുഴുവൻ ഡെഡിക്കേറ്റഡ് അവർക്ക് വേണ്ടി. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പറയാലോ, ഒരു 2 സൈഡാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു സൈഡ് ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ഇതുള്ളവരുടെ നമ്മൾ പഠിപ്പിക്കുന്നതിന് നമ്മൾ ഫീസ് വാങ്ങിക്കണമല്ലോ. എപ്പോഴും പറയും ഗുരുദക്ഷിണ വാങ്ങിച്ചിട്ട് പഠിപ്പിക്കാവുന്ന പറയും എല്ലാവരും. അതൊരു പ്രത്യേകതയാണെന്ന് പറയും. അപ്പം അങ്ങനെ ശരിക്കും നല്ലതായിട്ട് ഈ പഠിപ്പിക്കുന്ന സാമ്പത്തികമായിട്ട് ഉള്ളവരുടെ നിന്ന് ഞാൻ ഫീസ് വാങ്ങിക്കാറില്ല. അതേസമയം തന്നെ ഓൺ ദി അതർ സൈഡ് ഞാൻ പിന്നെ ഒരുപാട് പേർക്ക് അത് പലരും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അവർക്ക് എൻ്റെ ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോഴും എന്നെ ദൈവത്തിനെ പോലെയൊക്കെ, ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുകയാണ്, അവർ എന്താവശ്യമുണ്ട് ഞാൻ ഒന്ന് മൂളിയാൽ മതി വരുന്ന ഒരുപാട് പേര് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാനൊരു 1000 പേരെങ്കിലും വരും ഏകദേശം ഫ്രീ ആയിട്ടും ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. അതെല്ലാം പാവപ്പെട്ട കുട്ടികൾക്കാണ്. 5 പൈസ പോലും ഞാൻ പ്രതിഫലം വാങ്ങിക്കാതെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു ഭാഗം നമ്മുടെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ നമ്മൾ മാത്രം ഉണ്ടാക്കി ശ്രദ്ധിച്ചിട്ടൊരു കാര്യമില്ല. ഉണ്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവര്, നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അത് എത്രയോ പേർക്ക് ഞാൻ ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുത്തത്. ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട്. 25 years ആയില്ല, ഏകദേശം 1000 സ്റ്റുഡൻസ് കൂടുതൽ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് എല്ലാ വർഷവും ഞാൻ 25 വർഷവും ഇപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് ബുക്സ്, പിന്നെ അതുപോലെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, അതുപോലെയുള്ള എല്ലാം ഫ്രീ ആയിട്ട് കുറേ പേർക്കെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്. ഒരു പങ്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് അങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന റിതം മ്യൂസിക് വേവ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഞാൻ അത് ചാരിറ്റി മീഡിയയിലൊക്കെ വന്നതാണ് കേട്ടോ. ഇന്റർവ്യൂസ് വന്നതാണ് ഞങ്ങളുമായിട്ട്. അതിൽ ശരിക്കും പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവരെന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദു വേണുഗോപാൽ, വെറ്റിനറി ഡോക്ടറാണ്. പിന്നെ അരുൺ എന്ന് പറഞ്ഞിട്ട്
പിന്നെ ബാങ്ക് മാനേജറാണ്, ഞാൻ മാത്സ് പ്രൊഫസർ. അങ്ങനെ ഈ അഡ്വക്കേറ്റ് അങ്ങനെ എല്ലാവരും ഉണ്ട്. ശരിക്കും പ്രണാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടുകാരനുണ്ട്, അത് സയൻസ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിലുണ്ട്. ശ്രദ്ധ എന്നുണ്ട്, അതും ഡോക്ടറാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾ പോയിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അനാഥാലയത്തിൽ അവിടെ ചെന്നിട്ട് ശരിക്കും ഫുഡ് വരെ കൊടുക്കും. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഫുഡ് എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പം ഓണത്തിന് സദ്യ കൊടുക്കും. പിന്നെ അവിടെ ചെന്നിട്ട് അപ്പം ഇവരുടെ കൂടെ ഞങ്ങൾ പാടും. അപ്പം ഈ അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾ അമ്മയൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അമ്മമാര്, മക്കൾ നോക്കാത്ത അമ്മമാര്, ഇവരൊക്കെ നമ്മളെ കാണുമ്പം നമ്മുടെ മക്കളായിട്ടാണ് കരുതുന്നത്. അവരും കൂടെ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും കണ്ണു നിറഞ്ഞ ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയത് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. ശരിക്കും അതൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പാടാൻ പോകുമ്പോൾ ചിലർക്ക് ഇത് വാങ്ങിക്കുന്നില്ല എന്നല്ല. ഇപ്പം എന്താ മ്യൂസിക് സിസ്റ്റത്തിൽ ചിലപ്പോൾ നമുക്ക് ക്യാഷ് തരും, ഞങ്ങൾ പാടുന്നതിന് പൈസ തരും. ആ തരുന്നതിൽ നിന്ന് ഒരു ഭാഗം ഞങ്ങൾ എല്ലാവരും കൂടെ മാറ്റി വെച്ചിട്ട് അതിൽ നിന്നാണ് ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നത്. അതെ, അങ്ങനെ നമുക്ക് കിട്ടുന്നതിന് ഒരു ഭാഗം നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം. അതെ അതെ, നമ്മൾ മാത്രം നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ അറിയുന്നത്. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഞാൻ അഹങ്കാരമോ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പാടുന്നത് എൻ്റെ ഒരു പാഷനാണ്, അതൊക്കെ. പക്ഷേ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ പ്രൊഫസർ എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രളയ സമയത്തും കൊറോണ സമയത്തും ഒക്കെ ഞാൻ ഇതുപോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണ്? പറയാണെങ്കിൽ രണ്ടുപേരും ഒരേ തട്ടിൽ പറയാം. ഒന്ന് കേസ് ചിത്ര ചേച്ചി, ഒന്ന് ഉഷാവുന്ന ചേച്ചി. രണ്ട് സൈഡാണ്, ഒരു കോയിന് രണ്ട് സൈഡ് എന്ന് തന്നെ പറയാം. ചിത്ര ചേച്ചിയുടെ എല്ലാ ഒരുപാട് പാട്ടുകൾ ഞാനിങ്ങനെ എനിക്ക് അതുപോലെ പാടാനൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ ഒരുപാട് ആരാധികയാണ് ചിത്ര ചേച്ചിയുടെ. പിന്നെ മാധുര്യമ്മ എല്ലാവരും ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്, എല്ലാ പാട്ടും പാടാറും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഒരു സൈഡിൽ ഇഷ്ടം എന്ന് പറയില്ല, അത് ചിത്ര ചേച്ചിയാണ്. ഒരു സൈഡിൽ ഉഷ ചേച്ചിയാണ്. പിന്നെ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും റിക്വസ്റ്റ് വരുന്ന സോങ് ഏതാണ്? റിക്വസ്റ്റ് വരുന്നത് കൂടുതലും സത്യം പറയുകയാണെങ്കിൽ ഫാസ്റ്റ് സോങ്സിനാണ് കൂടുതൽ. കാരണം വെച്ചാൽ ഞാൻ അടങ്ങി നിന്ന് പാടില്ല എന്നാണ് എല്ലാവരും പൊതുവേ പറയുന്നത്. അപ്പം ഈ സ്ലോ പാടിയാൽ പോലും അറിയാതെ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അത് പിന്നെ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതെ, അപ്പൊ ഞാൻ പൊതുവേ പാടുമ്പോൾ ഞാൻ എപ്പോഴും മൂവ്മെന്റ്സ് ഉണ്ടായത് കൊണ്ടായിരിക്കണം എനിക്ക് കൂടുതൽ റിക്വസ്റ്റും വരുന്നത് ഫാസ്റ്റ് സോങ്സിനാണ്. അപ്പം ഹിന്ദി സോങ്സും അതുപോലെ തമിഴ് ഫാസ്റ്റ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് കൂടുതൽ സ്റ്റേജിൽ. പക്ഷെ എനിക്ക് പാടാൻ ഇഷ്ടം മെലഡിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സൗണ്ട് കൂടുതലും സ്യൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഭയങ്കര ഹസ്കി സൗണ്ടിലൊക്കെ പാടാനും ഒക്കെ ആയിട്ട് കൂടുതലും വരുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് സോങ്സിനാണ്. അങ്ങനെ റിക്വസ്റ്റ് വന്നതല്ലേ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു സോങ് നമ്മുടെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് ഞാൻ എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത് ഇത് തന്നെയാണ്, ദമ്മാരോ ദമ്മാണ് മെയിൻ ആയിട്ട് ചെയ്തത്. പിന്നെ റംബാഹു ആണ് എവിടെ ചെന്നാലും. ഞാനിപ്പം ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും വിളിച്ചു തുടങ്ങി, റംബാഹു എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങി. പൊതുവെ അതിനാണ് കൂടുതൽ റിക്വസ്റ്റ് വരുന്നത്. ആ സോങ് ശരിക്കും അതിന്റെ ഒരു അകമ്പടി, നല്ലൊരു അകമ്പടിയോട് കൂടിയാണ് അത് പാടാൻ സുഖം. അല്ലാതെ പാടിയാൽ അതിനൊരു ഇഫക്റ്റ് വരുമോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടാം. തിരുനക്കരി പൂ പോരാഞ്ഞ് തിരുമാന്ധം കുന്നിൽ
സൂപ്പർ. താങ്ക് യു. എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ള സോങ്ങാണ്. ഇതും ഞാൻ ഇത് പാടാൻ കാര്യം തന്നെ ഇത് പല സ്റ്റേജസിലും പോകുമ്പോൾ റിക്വസ്റ്റ് വരാറുണ്ട്. ഇത് പാടിപ്പോഴും ഒരുപാട് കയ്യടി നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. എപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല ഹൈ പിച്ചുള്ള സോങ്സ് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം അല്ലേ? പിന്നെ ബേസ് വരുന്ന സോങ്സും കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യും. ബേസ് വരുന്നതും വലിയ കുഴപ്പമില്ല. ഏറ്റവും നല്ല നല്ല ബേസിലും പോകും സൗണ്ട്. അതുകൊണ്ടൊരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ ഈ ഹസ്കി വോയിസ് വരുമ്പോഴത്തേക്കും നല്ല ബേസ് നല്ല ആ ഒരു സൗണ്ടിലും പോണം സൗണ്ടിലും. അപ്പൊ അത് രണ്ടിലും റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര കാര്യം. പക്ഷെ പിന്നെ ഒരു പർട്ടിക്കുലറില് ഹൈ പോയില്ല. പിന്നെ പിച്ച് ഭയങ്കര ഹൈ പിച്ചാന്ന് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാതെ. കാരണം എല്ലാവരും മൈക്ക് സാധാരണ പൊതുവെ മൈക്ക് മാറ്റി പിടിക്കാൻ പറയുന്നത്. കാരണം ത്രോ സൗണ്ട് ത്രോ ഉള്ള സൗണ്ട് ആകുമ്പം ഇങ്ങനെ ബാക്കിയുള്ളവരുടെ സൗണ്ടൊക്കെ അതില് സോങ് ഒക്കെ പാടുമ്പോൾ ബാക്കിയുള്ളവരുടെ സൗണ്ട് അതില് മങ്ങിപ്പോകുന്നൊരു ചെറിയ പേടി അവർക്ക് ഉണ്ടായതുകൊണ്ട് കൂടുതലും മാറ്റി പിടിക്കാൻ പറയാറുണ്ട്. എന്നാലൊക്കെ ഒരു അനുഗ്രഹം മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഫാമിലിയിൽ മക്കളായി ഒരു മോള് മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ ദേവികാസിൽ UK ഇന്റർനാഷണൽ CA പിന്നെ പ്ലസ് ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിന്റെ PG ചെയ്ത് കഴിഞ്ഞ് ഇപ്പം UK വന്നു. കനഡിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പുള്ളിക്കാരി എങ്ങനെയാന്ന് വെച്ചാൽ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടുന്നതിനെല്ലാം ഏകദേശം തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്. അവർക്ക് നല്ല നോളജാണ് പാട്ടിനെ. ഏത് പാട്ടിനെ കുറിച്ച് എങ്ങനെയാണ് ഇവിടെ കേൾക്കുന്നതെന്ന് എനിക്ക് സംശയമാണ്. UK ആയിരുന്നിട്ടും മലയാളം പഴയ പാട്ടാണെങ്കിലും പുതിയ പാട്ടാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അതങ്ങനെ അല്ല അവിടെ പാടുന്നത്. നമ്മൾ കൃത്യമായിട്ട് പിടിക്കും. അതുകൊണ്ട് അവിടെ മുമ്പ് വെച്ച് പാടുന്നത് സൂക്ഷിച്ചു. പക്ഷെ അവൾ കൂടുതൽ പാട്ടിനെക്കാളും പാടുന്നത് വളരെ കുറവാണ്. പക്ഷെ നല്ലൊരു ഡാൻസ്. ക്ലാസിക്കലിനെക്കാളും കൂടുതൽ മറ്റേ സാധാരണ വെസ്റ്റേൺ സ്റ്റൈല് ആണ് കൂടുതൽ വരുന്നത്. വെസ്റ്റേൺ ഒരുപാട് വെസ്റ്റേൺ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമാറ്റിക് സ്റ്റൈലാണ് കൂടുതൽ. അത് ഇതിനൊക്കെ പോയിട്ടുണ്ട്. കോൺസെപ്റ്റ് കോളേജിൽ അതൊക്കെ മത്സരത്തിട്ടുണ്ട് ഡാൻസിന്. സ്പോർട്ട് കൊറിയോഗ്രഫി ഒക്കെ ചെയ്തിട്ട് അതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറെ കൂടെ അവൾക്ക് കൂടെ ഞാൻ പറയട്ടെ, ഞാൻ കേൾക്കുന്നേക്കാളും കൂടുതൽ അവള് കേട്ട് പറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് അവളൊരു തെറ്റുണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അവള് പാട്ട് അങ്ങനെ പാടുന്ന കുട്ടിയല്ല. ഡാൻസ് നല്ലൊരു ക്രിട്ടിക്കാണ്. അത് സുനിലും അതെ. സുനിലിനും അതുപോലെ പറയാൻ പറ്റും. ഇന്ന സ്ഥലത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് ഒരാൾ അതായിട്ട് പറയാൻ പറ്റും. ഇനിയും പിന്നെ ഇപ്പം 1-2 അടുത്തുനിന്ന് കോൾ വന്നിട്ടുണ്ട്. 1-2 ഫിലിംസിൽ നിന്ന് പാടാനായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം ശരിയാവും എന്നറിയില്ല. ഞാനതുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം വരട്ടെ വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. പിന്നെ അതുപോലെ ഒരു സീരിയൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകണമെങ്കിലും തീരുമാനിച്ചില്ല. ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഇൻട്രസ്റ്റ് ആക്ടിങ്ങിന് എനിക്ക് അത്ര പാട്ട് സ്റ്റേജ് പ്രോഗ്രാം പാഷൻ കൂടുതൽ അതായതുകൊണ്ട് എനിക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. അവാർഡ്സ് ഏതൊക്കെ കിട്ടിയിട്ടില്ല? അവാർഡ്സ് ശരിക്കും പറഞ്ഞാൽ അനന്ത TVയുടെ വനിതാരത്നമാണ് എൻ്റെ തലയിൽ എഴുതി വെച്ച സാധനം TVയിൽ. പിന്നെ ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത് BSSന്റെ അവാർഡ്, ഭാരത് സമാജ് അതിൻ്റെ അവാർഡ് കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഓൾ കേരളയിൽ ഉള്ള ഇവിടെയാണ് സിറ്റിൽ സെലക്ട് ചെയ്യാറ് വേണ്ടിയിട്ടുള്ളത്. സംഗീതത്തിൻ്റെ ഇതിന് വേണ്ടിയാണ് എനിക്ക് സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ ചാറ്റ് ചെയ്തതിന് സംഗീതത്തിലാണ് എനിക്ക് അത് അവാർഡ് തന്നിട്ടുള്ളത്. സന്തോഷം. ഇനിയും കിട്ടട്ടെ ഒരുപാട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് ഇപ്പൊ ഹയർ സ്റ്റഡീസിനാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലും ഒക്കെ പുറത്തേക്ക് പോവാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ വീട് കാലിയാണ്. അവിടെ ചിലപ്പോൾ അച്ഛനും അമ്മയും കാണുമായിരിക്കും, വേറെ ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ്.
അപ്പം ഇതും അതുപോലെ തന്നെ അത് ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു പങ്കുണ്ട്. കാരണം ഇവിടെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാണോ എല്ലാവരും സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകുന്നതും അവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്റെ മകളിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പോ എന്റെ മകള് UK പോയി, അപ്പം അവിടെ സെറ്റിൽ ആവുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഇത്. കാരണം എനിക്ക് ആർപ്പാട് ഒരു മകളേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആയിരിക്കും, അവൾ അവിടെ. അപ്പോ ശരിക്കും അവൾ അവിടെ പോയി പഠിച്ചതിന് ശേഷം അവളെ ഇപ്പൊ തിരികെ വന്നിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മള് ഇന്ത്യയിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവർക്ക് അക്കരെ പച്ച എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരു തരത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. കാരണം അവിടെ വെറൈറ്റീസ് ഓഫ് ചോയ്സസ് ഒരുപാടുണ്ട്. കാരണം ഇപ്പൊ ഒരു കോമേഴ്സ് എടുത്താൽ തന്നെ അതിനകത്ത് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അത് ഇവിടെ ആകെ കോമേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല, അല്ലെങ്കിൽ സിഇക്ക് പോകാൻ ആകെ 2-3 ചാൻസസ് ആണ്. അപ്പൊ കൂടുതൽ ചാൻസസ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് കുട്ടികളുടെ. ധാരണയല്ല, അത് കറക്റ്റാണ് ഒരുവിധം നോക്കിയാൽ. പക്ഷെ ഇപ്പോ സാഹചര്യം മാറി വരികയാണ്. ഇപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാലും ഇവിടെ വന്ന് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് ജോലി വേണം, സമ്പാദ്യം വേണം. നമുക്ക് ഈ അച്ഛനും അമ്മയ്ക്കും ഒരു പരിധി വരെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാലിൽ നിൽക്കണം, അവര് സമ്പാദിച്ച് തുടങ്ങണം. അപ്പം അവർക്ക് സമ്പാദിക്കണം എന്ന് തന്നെയാണ് അവസാനം ജോലി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. ഈ ജോലി എന്ന് പറയുന്നത് അവിടെ വേണം, ഇവിടെ വേണം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. അവിടെ ആയിക്കഴിഞ്ഞാൽ അവിടെ സെറ്റിലായി, അവിടെ തിരിച്ചിങ്ങോട്ട് പിന്നെ അച്ഛനും അമ്മയും ഇവിടെയാണ് എന്നുള്ളത്. അപ്പം അച്ഛനും അമ്മയും ഇവിടെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഇവർക്ക് ഇവിടെ കേരളയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പൊ കുട്ടികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. കാരണം ഞാനൊരു പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, ഇവിടെ തന്നെ പഠിക്കണോ, അത് അവിടെ പഠിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് അവിടെ പോയി പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പിന്നെ ചോയ്സസ് അവിടെ കൂടുതൽ കിട്ടിയിരിക്കും. പക്ഷെ ജോലി അവിടെ തന്നെ എടുക്കണമെന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ജോലി കൊണ്ട് തന്നെ അവർക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം കിട്ടിയാൽ സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ഉള്ള എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും എല്ലാം ഈ ഓരോ കാര്യം തന്നെ അവിടെ പോയിട്ട് അവിടെ അവർ റിസർച്ച് ചെയ്ത് അവിടെ കൂടുതൽ കാര്യങ്ങളുണ്ട്. അവിടെയാണ് കൂടുതൽ അവരുടെ പിന്നെ ആ പഠിച്ച് ഇറങ്ങുന്ന ആ ഒരു ഇതും റിസർച്ച് ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എവിടെയാണ്? അവിടെയാണ്. ഇതെല്ലാം റിസർച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ വന്ന് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കൊടുക്കുക. അപ്പൊ കുട്ടികൾ കൂടുതൽ ഇവിടെ തന്നെ നിൽക്കും. എത്രയോ പേര് അവിടെ ചെന്ന് അവിടെ തന്നെ. അപ്പോ ഈ ഡെവലപ്മെന്റ് എവിടെയാണ് വരുന്നത്? അവിടെയല്ലേ വരുള്ളൂ. ഒരുപാട് പേര് കേരളയിലുള്ള കുട്ടികളുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാര്, എഞ്ചിനീയേഴ്സ് തന്നെ എന്റെ കൂടെ പഠിച്ചവരും അതെ അവിടെ പോയി അവിടെ ചെന്ന് അവിടെ ഇഷ്ടം പോലെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡെവലപ്മെന്റ്സ് ഇവിടെ കൊണ്ടുവന്നാൽ പോലും പഠിക്കുന്നത് അവിടെ പോയി പഠിച്ചോളൂ. പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അപ്പോ പേരൻസിന് കുഴപ്പമില്ല, അവർക്ക് പിന്നെ ഇവിടെ ജോലി ചെയ്തതുമായി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു പോവുകയാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ കുട്ടികളോട് പലർക്കും പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെളിയിൽ പോയി ജോലി ചെയ്ത് ഒരുപാട് പേര് അങ്ങോട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് അത് തന്നെയായിരുന്നു, ഫ്ലോ തന്നെയായിരുന്നു. ഇങ്ങനെ കുട്ടികളിങ്ങനെ ഇപ്പോൾ തിരിച്ച് റിവേഴ്സ് തുടങ്ങി. അവിടെ എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇപ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, പണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ ഏകദേശം റിസർച്ച് തുടങ്ങി. അവർ തന്നെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ തുടങ്ങി. എത്ര പേർക്ക് ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന 100 അല്ലെങ്കിൽ ഇപ്പോൾ 125 ഉണ്ടെന്നാണ് ഈ ഇടയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത്. മനസ്സിലായി? അത്രയും പേർക്ക് ആ കുട്ടിക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കെന്തൊരു അഭിപ്രായം. കാരണം അവൻ അവിടെ പോയി പഠിച്ച കുട്ടി അവിടെ പോയിട്ട് ഇവിടെ വന്ന് അവൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അത്രയും അവൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഈ കുട്ടികൾക്ക് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഇവിടെ കൊടുത്തു വരുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം. അതാണ് നല്ല കാര്യം. ഇവിടെയാണെങ്കിൽ ഇപ്പൊ വൃദ്ധസദനങ്ങളൊക്കെ കൂടി വരാനുള്ളൊരു എല്ലാരും അങ്ങോട്ട് പോകുന്നു. പിന്നെ പാരന്റ്സിനെ നോക്കാൻ ആൾക്കാരില്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്.
നമുക്കാണെങ്കിലും അറിയാം, നമുക്ക് ഇപ്പോൾ ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് കുഴപ്പമില്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്, ടീച്ചർമാർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് പരസഹായം ഇല്ലാതെ പറ്റില്ല. അത് മനസ്സിലാക്കുന്നത് മക്കളും മനസ്സിലാക്കണം. കാരണം നമുക്ക് ആരോഗ്യമുള്ളപ്പം അവരെ പഠിപ്പിക്കും. ഇനി അവരാരോഗ്യമായിട്ട് വരുമ്പോൾ നമ്മൾ നോക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയായിട്ട് അവർ ഞങ്ങളെ കുഞ്ഞുമായിട്ട് കരുതി അവർ നോക്കണം എന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ സാധ്യമാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി പഠിച്ചിട്ട് ഇവിടെ വന്ന് തിരിച്ച് ജോലി ചെയ്യാന്നുള്ള സംഭവം സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ ഇനി ഗവൺമെന്റും അതിനവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. എങ്കിലും ഞാൻ പറയണം, അതിന് ഗവൺമെന്റും ഇനി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനുണ്ട്. എങ്കിലും രണ്ടും കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യ നല്ലൊരു ഇതിലായിട്ട് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും ഉണ്ട് കുട്ടികളിൽ നല്ലൊരു കപ്പാസിറ്റീസ് ഉള്ള കുട്ടികളെല്ലാം അങ്ങോട്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ എന്റെ ഒക്കെ ഒരു ധാരണ എന്ന് വെച്ചാല് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ സാലറി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫോറിൻ കൺട്രീസിൽ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുകൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നില്ല. കാരണം ടാക്സ് ഒക്കെ അതിനനുസരിച്ച് അവിടെ ചിലവാക്കുന്നു. അപ്പൊ ഇവർക്ക് ജോലി ചെയ്യാനും സമ്പാദിക്കാനും മാത്രമേ അവിടെ പറ്റുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ജോലി ചെയ്യാൻ സമ്പാദിക്കാം, എന്റർടൈൻമെന്റ് പ്ലസ് എന്റർടൈൻമെന്റ് എന്റെ ഒരു അഭിപ്രായം. ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ മ്യൂസിക്കിലുള്ള എക്സ്പീരിയൻസ്, അതുപോലെ അവതാരിക എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ്, ചാരിറ്റിയുടെ കാര്യങ്ങള്, പിന്നെ പ്രൊഫസറാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദീപ മാം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.